Hello Mumbai, hello Mumbai, hello Mumbai, hello Mumbai. Powered by Aegon Shipping. Your cargo is our commitment. Aegon Shipping, moving the world for you. Brought to you by Amritveni. Amritveni Hair Elixir for Women. അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ ഒപ്പം നിന്നുള്ളത് ഒരു വിശിഷ്ട അതിഥിയാണ്. ഇദ്ദേഹം നാട്ടിൽ നിന്ന് വന്ന ഒരാളാണ്, ഡോക്ടറാണ്. അദ്ദേഹം എന്താണ് ഇപ്പൊ ചെയ്യുന്നത് ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കാം. ഡോക്ടർ രാജ കൃഷ്ണമൂർത്തി, നമസ്കാരം. നമസ്കാരം. നാട്ടിൽ എവിടെയാണ്? നാട്ടിൽ എറണാകുളം വടക്കംപറവൂരാണ് സ്ഥലം. ഇപ്പൊ സെറ്റിൽ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം പത്മനാഭസ്വാമി. പക്ഷെ ഇപ്പൊ ഒരു ബോംബെക്കാരനാണ്. തീർച്ചയായിട്ടും ഡോക്ടറിൽ നിന്നും ഇപ്പം ഉള്ളത് പൂജാതി കാര്യങ്ങളിലേക്കാണ് കൂടുതലായി. എന്താണ് ഈ ഡോക്ടർ സംഭവം? ഒരു കാർഡിയക് സർജൻ ആയിരുന്നു താങ്കൾ, അല്ലേ? അതെ, ഡോക്ടർ എന്നുള്ളതെന്ന് പറഞ്ഞാൽ എന്റെ ചെറുപ്പത്തിൽ എന്റെ പാഷൻ ഡോക്ടർ ആകണം എന്നായിരുന്നു. എന്റെ ഗ്രാൻഡ് ഫാദറും ഡോക്ടറാണ്. അപ്പം ആ ഒരു പാഷനേറ്റീവ് ആണ് എനിക്കും എല്ലാവരെയും പോലെയും ഒരു സിസ്റ്റം അങ്ങോട്ട് പോവുക എന്നുള്ള രീതിയിൽ. പക്ഷെ ഈ ഡോക്ടർ എന്നതിൽ ഉപരി തന്നെ അതിനെക്കാട്ടി ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിൽ വേറെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ തിരിച്ചിതിലേക്ക് വന്നത്. അത് കാരണം എനിക്കൊന്ന് ചെറിയ വയസ്സിൽ ഉപനയനത്തിൽ നിന്നും തുടങ്ങിയ തീർച്ചയായിട്ടും അതൊരു ബേസ് ആണ്. എന്നിരുന്നാൽ പോലും ഉപനയനത്തിൽ നിന്നും ഞാൻ എന്റെ PG കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഇന്ത്യ വിട്ട ആളാണ്. ഞാൻ ദുബൈയിലാണ് എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് പൂജാരി എന്ന് അറിയാൻ പാടില്ല. അത് കാരണം എവിടെ ചെന്നാലും ക്ലോസ് മൈ നെയിം ആസ് രാജ, അങ്ങനെ ഞാൻ വെക്കുള്ളൂ. അറബ്സ് വിചാരിക്കും അങ്ങനെയാണ്. അങ്ങനെ അറബിയിൽ നിന്നും ഞാൻ നാട് വിട്ടു. എനിക്ക് ഈ പേരിനോട് ഒരു വലിയൊരു താല്പര്യം അറിയാണ്. രാജ കൃഷ്ണമൂർത്തി, ഇതൊരു സിനിമയിലുണ്ട്. ഇത് പറയാൻ വലിയ ബുദ്ധിമുട്ട്. അപ്പൊ ഒരാൾ പറഞ്ഞു നാക്കൊന്ന് വടിച്ചാ മതി എന്ന് പറഞ്ഞല്ലേ എന്നാണ് പറയുന്നത്. അതിന് കൃഷ്ണമൂർത്തി. താങ്കൾ ഇന്ത്യക്ക് വെളിയിൽ പോയി പഠിച്ചു, അല്ലെ? അതെ. അതെന്തുകൊണ്ടാണ് ഇന്ത്യക്ക് വെളിയിൽ പോയി പഠിക്കാനുണ്ടായ കാര്യം? ഇന്ത്യക്ക് വെളിയിൽ പോയത് ഞാൻ രണ്ട് കാര്യത്തിൽ പഠിച്ചിട്ടുണ്ട്. ഒന്ന് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വേദിക് സയൻസിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ വേദിക് സയൻസ് എന്ന് പറയുമ്പോഴേക്ക് അത് നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിൽ, നമ്മുടെ കേരളത്തിൽ ഇല്ല. ഇന്ത്യയിലില്ല. ഇപ്പോഴാണ് ബനാറസ് യൂണിവേഴ്സിറ്റിയിൽ 2022 അത് തുടങ്ങിയിട്ടുള്ളത്. ശരിക്കും നളന്ദ നിന്ന് ഒക്കെ ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. കാരണം ഒരു കൾച്ചർ നമുക്ക് എങ്ങനെ വേണം, ജീവിതത്തിൽ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ജീവിക്കാം. അപ്പൊ അതിനകത്ത് ഞാൻ എന്റെ സമ്പാദ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ചു നോക്കി. അതൊരു സുഖമായിട്ട് തോന്നിയില്ല. ഞാൻ ഒന്നുമില്ലാതെ തന്നെ നമ്മുടേതായ ഈശ്വരനിലുള്ള വിശ്വാസം, ദ മെഡിറ്റേഷൻ വിച്ച് സ്റ്റാർട്ട്സ് ഫ്രം ദ സോൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും. ഇപ്പം ഈ ജെൻസി എന്ന് പറഞ്ഞൊരു കഥ നേരത്തെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അതിനകത്ത് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഇന്ന് ഒരു മോസ്റ്റ്ലി ഒരു 25-നും 35-നും ഇടയിലുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസ് ഇന്ന് ഏറ്റവും കൂടുതൽ അവർ ഭജൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരുപാട് ചെയ്യുന്നുണ്ട്. എന്നോട് ഇന്ന് തന്നെയാണെങ്കിലും ഗുരുവായൂർ ദർശനത്തിന് എന്നോട് ചോദിച്ച ഒരു ഏറ്റവും കുറഞ്ഞ പിള്ളേരാ. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 15-20 ഇയേഴ്സ് ബാക്ക് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ഈ പ്രായമുള്ളവരാണ് ഗുരുവായൂർ അമ്പലത്തിൽ രാവിലെ വാകച്ചാർത്ത് നിർമ്മാല്യമൊക്കെ കാണാൻ വേണ്ടി പോകുന്നത്. ഇന്ന് അതിന് പകരം തിരിച്ചു കുട്ടികളായി എന്നുള്ള രീതിയാണ്. ഇപ്പം എൻ്റെ ഒരു സ്റ്റൈൽ ഞാൻ പറയാം. ഞാൻ ലോകത്ത് ഓൾമോസ്റ്റ് ഒരു 43 രാജ്യങ്ങൾ, അത് സ്പിരിച്വൽ ആയിട്ടാണ്. ബാക്കി 2 ഡ്യൂട്ടി ആയിട്ടും പിന്നെ എല്ലാം സ്പിരിച്വൽ ആയിട്ട് പോയിട്ടുള്ളതാണ്. പക്ഷെ അതിനകത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ അംഗീകാരങ്ങൾ നമുക്ക് കിട്ടുന്നു. ഒരാൾക്ക് ഒരു വഴി നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും ഇപ്പൊ ജസ്റ്റ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം എങ്ങനെ നമുക്ക് ജീവിക്കാം. ഇപ്പൊ ഞാൻ ഇത്തിരി കള്ളു കുടിക്കുക, അങ്ങനെ കുടിക്കുക. ഞാൻ സർട്ടിഫിക്കറ്റ് കൊണ്ട് നടക്കുന്ന ആളല്ല. എനിക്ക് ഇന്നുവരെയും കള്ളു കുടിക്കാൻ തോന്നിയിട്ടില്ല. ആവശ്യമില്ലാത്ത ഒരു പരിപാടി എനിക്ക് ചെയ്യാൻ തോന്നിയിട്ടില്ല. എന്താന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് അതിന് വിഷമമില്ല. പകരം ചായ കുടിക്കും ഇഷ്ടംമാതിരി. അപ്പൊ എല്ലാ രീതിയിലും നമുക്കൊരു ചായ ഡേഞ്ചർ ആണെന്നാ കേൾവി. അല്ലേ, എന്തെങ്കിലും ഒരു വീക്ക്നെസ്. ഓക്കെ, ഞാൻ താങ്കൾ എന്നെ കുറച്ചു മുമ്പ് നമ്മൾ പറയണ്ടേ, ലോക സമസ്ത സുഖിനോ ഭവന്തു, ഇതിന്റെ വരികളുടെ അർത്ഥം ഒന്ന് പറയാമോ? നമുക്ക് ഒന്ന് ഓഡിയൻസിലേക്ക് ഒന്ന് മൈക്ക് കൊടുക്കൂ. ലോകത്തിലുള്ള സമസ്ത ലോകങ്ങളും എല്ലാവരും സുഖമായിരിക്കട്ടെ എന്നുള്ള മീനിങ് ആണ്. ഇല്ല, അതിന്റെ ഒരു തെറ്റായ ധാരണയാണ്. അല്ല, വേർഡ് മീനിങ് വരുമ്പോ അങ്ങനെയല്ലേ വരിക? ലോക എന്ന് പറയുന്നത് ജനത എന്നല്ല അർത്ഥം. അവിടെ ജനത എന്നല്ല അർത്ഥം. അവിടെ പശുവുണ്ട്. എല്ലാ സമസ്ത ജീവികൾക്കും കൂടെ കൊടുക്കുന്ന ഒരു പദവിയാണ് അത്. അതിനെ പലരും പല രീതിയിലും
ഇതാക്കി എടുക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ അതിനകത്ത് എന്താ കർമ്മം ചെയ്യുന്നത്? ഒരു പശു അത് ചെയ്യേണ്ട കർമ്മം കൃത്യമായിട്ട് ചെയ്യുന്നു. ഒരു മനുഷ്യൻ എന്താ കർമ്മം ചെയ്യുന്നത്? അപ്പം എങ്ങനെയാണ് അവിടെ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നത്? ഞാൻ രാവിലെ എണീറ്റിട്ട് ഒരു തന്നെ 2 പണിയും കൊടുത്തിട്ട് ലോകാസമസ്ത സുഖിനോ ഭവന്തു. അല്ല, നമ്മൾ ആ വേർഡ് പറയുമ്പോ അതിന്റെ വേർഡ് മീനിങ് അങ്ങനെയാണല്ലോ. വേർഡ് മീനിങ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന നമ്മുടെ പ്രവൃത്തികളെ ആ പ്രവൃത്തിനനുസരിച്ച് ആ പ്രവൃത്തിനനുസരിച്ചിരിക്കും. അപ്പൊ അത് കാരണം അത് എല്ലാവർക്കും ഇപ്പൊ എല്ലാവരും പറയാ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണല്ലോ എന്നൊരു തള്ളും കൂടെ അതിന്റെ കൂട്ടത്തിൽ അങ്ങോട്ട് വെക്കും. പക്ഷെ അതല്ല കേട്ടോ, നമ്മുടെ കർമ്മം എന്താണോ ആ കർമ്മമാണ് നമുക്ക് അതിനകത്ത് തിരിച്ചു വരുന്നത്. കർമ്മത്തിനെ പറ്റി അവിടെ പറയുന്നില്ലല്ലോ സാറേ. പറഞ്ഞ ലോക സമസ്ത സുഖിനോ ഭവന്തു ആ വേർഡ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് വരുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് അത് മനസ്സിലാവില്ല. അവര് ആ വേർഡ് മാത്രമേ ആസ്വദിക്കുന്നുള്ളൂ. അതാണ് പറഞ്ഞത്. അതിനെ തെറ്റു മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ല, അത് കറക്റ്റാണ്. കാരണം നമ്മള് പൊതുവെ പല കാര്യങ്ങളും നമുക്ക് ശരിക്കും അത് ഗ്രഹിക്കാൻ വേണ്ടി സാധിച്ചു. മനസ്സിലാവില്ല ആർക്കും. നമ്മളിപ്പോ ആ വേർഡ് മാത്രമേ ചിന്തിക്കുള്ളൂ സാധാരണ ജനങ്ങൾ. അതെ, തീർച്ചയായും. ഇല്ല, ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇന്ന് ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് ശ്ലോകങ്ങളാണെങ്കിലും ഇപ്പം സരസ്വതിയുടെ ശ്ലോകം അറിയാമോ? ഒന്ന് പറയാമോ? സരസ്വതി നമസ്തുഭ്യം വരദേ കാമ. മതി. എന്താണ് കാമരൂപിണി? സരസ്വതി എങ്ങനെയാ കാമരൂപിണിയാവുന്നത്? അത് സംസ്കൃത വേടാണ്. അത് ചില കാര്യങ്ങള് മനഃപൂർവ്വം ചില ആൾക്കാർ തെറ്റി കൊണ്ടുവരുന്ന സരസ്വതിയുടെ ശ്ലോകത്തിൽ ഒരിക്കലും സരസ്വതി ശരണാരവിന്ദം അതുണ്ട്. സരസ്വതി ഇപ്പൊ മൂകാംബിക ദേവിയില് ശങ്കരാചാര്യരുടെ ഫസ്റ്റ് മൂലമന്ത്രം എന്ന് പറയുന്ന അതാണ്. ആ ഇതിനകത്ത് എങ്ങനെയാണ് കാമരൂപിണി വന്നത്? അതാണ് ചോദ്യം. ശരിക്കും പറഞ്ഞാൽ അവിടെ പറയേണ്ടത് അതല്ല. ഇതിന്റെ പടിത്തരം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ പടിത്തരത്തിൽ ഇന്ന് മൂകാംബികയിൽ അവർ ചൊല്ലുന്നത് ജ്ഞാനരൂപിണി എന്നാണ്. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യ. ജ്ഞാനത്തിന്റെ രൂപിണിയാണ് ദേവി. അപ്പം അതേപോലെ തന്നെ ദേവിമാർക്ക് കുറെ മീനിങ് ഉണ്ട്. ദേവി, ലക്ഷ്മി, സരസ്വതി, ദുർഗ, അങ്ങനെ കുറെ എണ്ണം വരുന്നുണ്ടല്ലോ. 108 ദേവികളുണ്ട്. ശക്തിപീഠങ്ങൾ 108 എണ്ണുണ്ട്. 108 108 വിഭാഗമാണ്. അതിനകത്ത് വരുന്നുണ്ട്. കാമാഖ്യ വരുന്നുണ്ട്. ഓരോന്നും അതിനകത്ത് വരുന്നുണ്ട്. ഞാൻ പറയുന്നത് സരസ്വതി ദേവിയുടെ മൂലവിഗ്രഹത്തിൽ വരുന്ന ആ ഒരു ഇതാണ്. മനസ്സിലായോ? അപ്പം പല കാര്യങ്ങളും ഇപ്പൊ ഇന്നാള് ഞാനൊരു വലിയൊരു പാട്ടുകാരനാണ്. പുള്ളി അതിനകത്തൊരു ശ്ലോകം പറയാണ്. വളരെ വളരെ ഇതായിട്ട് പുള്ളി കൂളായിട്ടൊന്ന് പറഞ്ഞു പോയി. ഗംഗാധരങ്കര മണിയ ജടാകലാപം ഗൗരി വിവഞ്ചിത വിഭൂഷിത വാമഭാഗം നാരായണ പ്രിയങ്ക മതാപഹാര വാരാണസി കുലപതിം ഭജ വിശ്വനാഥ്. വളരെ സോങ് ആയിട്ട് പുള്ളി അങ്ങ് പാടി. ഞാൻ എന്നിട്ട് പുള്ളിയോട് പറഞ്ഞു, ഇതാണ് തെറ്റാണ് ആസാൻ. അതൊന്നും കുഴപ്പമില്ല, എല്ലാവരും ജീവിക്കണമല്ലോ. അല്ല, അതിപ്പോ ഈ അടുത്തിടയ്ക്ക് നമ്മുടെ ഹരിവരാസനം വരയ്ക്കും ഒരു ചെറിയ തെറ്റുണ്ടായിരുന്നു. പിന്നീട് യേശുദാസ് അത് മാറ്റി. ഹരി വിമർദ്ദനം എന്നാണ്. അതെ. അപ്പൊ ഇതെല്ലാം ഓരോ കാര്യങ്ങൾ കാലക്രമേണ ചെല്ലും തോറും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഓരോ സിസ്റ്റമും നമ്മൾ കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് വളരെ ഇതുണ്ടാകും. ഈ സ്പിരിച്വൽ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ നേടുന്ന പല കാര്യങ്ങളിലും നമ്മുടെ വിശ്വാസം, നമ്മുടെ ശക്തി എന്ന് വിചാരിച്ച് നമ്മൾ എപ്പോഴും അമ്പലത്തിൽ പോയിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല നമ്മൾ പറയുന്നത്. ഒരു ദിവസം 1 മിനിറ്റ് മാത്രം നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, നമ്മൾക്ക് 1000 ബലം കിട്ടുന്നതാണ് പറയുന്നത്. ഇതിനകത്ത് വേറൊരു പ്രശ്നം പൊതുവെ ഞാൻ കണ്ടിരിക്കുന്നത്, ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു ക്ഷേത്രത്തിൽ എങ്ങനെ തൊഴണം നമ്മൾ. അത് ഇപ്പൊ അയ്യപ്പൻ, ദേവി, കൃഷ്ണൻ, ശിവൻ എല്ലായിടത്തും. അപ്പൊ ശിവനെ നമ്മൾ വലം വെക്കാൻ പാടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും അയ്യപ്പൻ എത്ര ചുറ്റുണ്ട് എന്നുള്ള കാര്യം അറിയില്ല. അതൊരു ക്ഷേത്രത്തിലും എഴുതി വെച്ചിട്ടില്ല. ഇപ്പൊ നമ്മുടെ സംസ്കാരവും പൈതൃകവും പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കണമെന്ന് പറയുമ്പോഴും അതൊന്നും ഒരു അമ്പലത്തിലും എഴുതി വെച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇനി മുതലുള്ള നമ്മുടെ ക്ഷേത്രങ്ങളിൽ അത് എഴുതി വെക്കണം, അല്ലേ? നമുക്കാർക്കെങ്കിലും അറിയാമോ എത്ര വലം വെക്കണമെന്നുള്ള കാര്യം? അല്ലെങ്കിൽ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാം. മനസ്സിന്റെ രീതിയിലാണോ? ഓക്കെ, ആയിക്കോട്ടെ. തിരുമേനി അങ്ങനെയാണോ? നമ്മുടെ മനസ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊന്ന് വീട്ടിൽ പോയിട്ടിരുന്ന ഒന്ന് വലം വെച്ച് പോകും, അങ്ങനെ മതിയോ? ഇല്ല, ഏകാത്മതാ സ്തോത്ര, അതായത് ഒറ്റ പ്രാവശ്യമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ക്ഷേത്രങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ക്ഷേത്ര വിധാനങ്ങളിൽ ഒരിക്കലും നമ്മൾ നിത്യവും പോയി ഭഗവാനെ നമ്മൾ കാണരുത്.
ഭഗവാനെ നമ്മൾ ഒരിക്കലും നമ്മൾ കാണാൻ പാടില്ല. ഇപ്പം നിങ്ങൾക്ക് ഏതൊക്കെ ക്ഷേത്രങ്ങൾ നാട്ടിൽ അറിയാം, ഇപ്പം വടക്കുംനാഥനോ ഏത് ക്ഷേത്രം എടുത്ത് നോക്കിയാലും ഈ ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിലെ 3 പേർക്ക് മാത്രമേ അവിടെ നിന്ന് ഒരേ സമയം തൊഴാൻ പറ്റുള്ളൂ. ഇപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രം എന്തോരം വലുതാണ്, വടക്കുംനാഥ ക്ഷേത്രം എന്തോരം വലുതാണ്. ഇതിനകത്തൊക്കെ എന്തുകൊണ്ടാണ് 3 പേർക്ക് മാത്രം നിർത്താനുള്ള ആ ഒരു ശക്തി അവിടെ വരുന്നത്? കാരണം ഭഗവാനാണ് നിങ്ങളെ വന്ന് പോയി കാണുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിൽ ശീവേലി ഉണ്ട്, അമ്പലത്തിൽ ശീവേലി വരുന്നുണ്ട്. ഈ ശീവേലി എന്തിനുള്ളതാണ്? ശീവേലി എന്ന് പറയുന്നത് ഭഗവാൻ അവിടുത്തെ ജനതകൾക്ക് ഐശ്വര്യമുണ്ടോ ക്ഷേമമുണ്ടോ എന്ന് ഭഗവാനാണ് വന്ന് പുറത്തു നോക്കുന്നത്. അത് ഭഗവാൻ ഒരു ദിവസം 3 പ്രാവശ്യം വന്ന് നോക്കും. 3 നേരം എന്റെ ഭക്തര് ഭക്ഷണം കഴിക്കുന്നുണ്ടോ, അതേപോലെ തന്നെ വർഷത്തിൽ 1 പ്രാവശ്യം അദ്ദേഹം പുറത്ത് എഴുന്നള്ളും. ഇപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്നും നമ്മുടെ എയർപോർട്ട് ക്രോസ് ചെയ്തിട്ട് പോകുന്നുണ്ട്. വർഷത്തിൽ 2 പ്രാവശ്യം എയർപോർട്ട് അടച്ചിടും. അല്ല, ഒരു കേരളത്തിൽ ക്ഷേത്രമുണ്ടല്ലോ, ഇവിടെ അത്താഴ പട്ടണിക്കാരുണ്ടോ എന്ന് ചോദിച്ച ശേഷം വൈക്കത്ത് അതേപോലെ അമ്പലപ്പുഴ അമ്പലത്തിലും ഉണ്ട്. അമ്പലപ്പുഴ ഇപ്പൊ ആയിട്ടുണ്ട്. ഇടക്കാലത്ത് ഇതെല്ലാം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നേരത്തെ ചോദിച്ചൊരു ചോദ്യം ഞാൻ പറയാം. അല്ല, ഞാൻ തിരിച്ച് അതിലേക്ക് വരികയാണ്. അപ്പം പറയണത് എല്ലാവരും അമ്പലത്തിൽ പോയി ദിവസവും തൊഴണ്ട എന്നതിനെ കുറിച്ച് പറഞ്ഞു. നമുക്ക് അതിനെ കുറിച്ച് ഒന്ന് അറിയണമെന്ന് ആഗ്രഹം. തീർച്ചയായിട്ടും അമ്പലത്തിൽ പോകാനായിട്ട് 3 പേർക്കാണ് ഏറ്റവും കൂടുതൽ ഇതായിട്ടുള്ളത്. 1 ബിഷപ്പ്, 1 തന്ത്രി, 1 മേൽശാന്തി. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നൃപൻ, രാജാവ്, അങ്ങനെയുള്ള കാര്യം. കാരണം ദേശകാര്യങ്ങൾ മറ്റുള്ളവരൊക്കെ പോവാം. ശരിക്കും പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക്, അതായത് ഈശ്വരൻ ഇപ്പം വീട്ടിൽ നിന്ന് വിളിച്ചാൽ മതി. അതുകൊണ്ടാണ് പണ്ടുള്ളവരെല്ലാം വീട്ടിൽ ഇരുന്ന് ഉമ്മറത്ത് വിളക്ക് വെച്ച് ചെയ്തു. അതുപോലെ കുടുംബക്ഷേത്രമുള്ളവർക്ക്. അതേപോലെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം കാരണം എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഹ്മണൻ ചിട്ട കൃത്യമായി ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ. അത് കാരണം ഞങ്ങൾ രാവിലെ 2 മണിക്ക് എണീക്കണം, മറ്റുള്ള കാര്യങ്ങൾ. പക്ഷെ ഇതുപോലെ മറ്റുള്ളവർ ചെയ്യണം എന്നില്ല. ഓക്കെ, ബ്രാഹ്മണൻ അല്ല, ഇപ്പൊ ഞാൻ മറ്റു ചോദിച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുള്ളത് നിങ്ങളുടെ മഹാരാഷ്ട്രയിലാണ്, കേരളം കഴിഞ്ഞ്. അപ്പൊ ഈ ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. ഇതും നമ്മുടെ കേരളത്തിലെ താന്ത്രിക വിധി പ്രകാരമുള്ള നിരവധി ക്ഷേത്രങ്ങളുണ്ട്. അതെ. അപ്പൊ ആ ക്ഷേത്രങ്ങളിൽ ഇപ്പം കുറച്ചു മുമ്പ് താങ്കൾ പറഞ്ഞ പോലെ അങ്ങനെയാണെങ്കിൽ ആ ക്ഷേത്രത്തിൽ നമ്മൾ കൂടുതൽ പോയി തൊഴേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് വിശേഷാൽ ഗ്രാഹദേ ഇതി വിഗ്രഹ. അതായത് ഒരു ക്ഷേത്രത്തില് നമ്മൾ അതിന്റെ 7 തേജസ്സുകളും കൊണ്ട് അവിടെ ഉണ്ടാക്കുന്ന ചൈതന്യമാണ്. ആ ചൈതന്യമാണ് അവിടെ കൃത്യമായിട്ട് അത് ഇതാവുന്നത്. ഇപ്പം ഏറ്റവും ക്ഷേത്രങ്ങളിൽ ഏറ്റവും ചെറിയ ക്ഷേത്രം ഏതാ? ഗുരുവായൂർ അമ്പലമാണ്. ഗുരുവായൂർ അമ്പലം ഇപ്പുറത്തുകൂടെ കയറിയിട്ട് അപ്പുറത്തൂടെ ഇറങ്ങാൻ പറ്റും. വളരെ ചെറിയ അമ്പലം. പക്ഷെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഭഗവാൻ എന്ന് പറയുന്നത് ഗുരുവായൂരാണ്. അതെ, തീർച്ചയായും. ആദ്യത്തെ കൃഷ്ണക്ഷേത്രം ഗുരുവും വായുവും കൂടെ ചേർന്ന് അത് ശങ്കരാചാര്യർ വീണ സ്ഥലവും കൂടെയാണ്. അതെ. അപ്പൊ അത് കാരണം അത്രയും പവർഫുൾ ആണത്. അത് കാരണം ഗുരുവായൂരപ്പന്റെ അടുത്തൊക്കെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റില്ല. ചില ഇപ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭഗവാന്റെ ആ ബാക്കില് ആ പാദങ്ങളിൽ നമ്മളിങ്ങനെ കൈപിടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇന്നും അവിടുത്തെ തിര അലയടിക്കുമോ. അതുപോലെ ഗുരുവായൂർ എന്ന് പറയുന്നത് കണ്ണനല്ല, അത് മഹാവിഷ്ണുവിന്റെ ക്ഷേത്രമാണ്. മഹാവിഷ്ണുവിന്റെ ക്ഷേത്രം തന്നെയാണ്. മഹാവിഷ്ണു തന്നെയാണ് അവിടെ ഗുരുവായൂര് പല സമയങ്ങളിലും അവിടെ ഭഗവാനെ ഒരുക്കാനൊക്കെ നിൽക്കുന്ന കൂട്ടത്തില് ഇന്ന് ഇപ്പം എന്താ പറയാ, നമുക്ക് കൃഷ്ണന്റെ വിഗ്രഹം നമുക്ക് ഇന്ന് ചാർത്താം എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നരസിംഹാവതാരായി. നമുക്ക് ഒരിക്കലും ഇത് ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവില്ല. പക്ഷെ ഗുരുവായൂരപ്പന്റെ ആ സാന്നിധ്യവും ആ പ്രസൻസും വളരെ ഭംഗിയായിട്ടുണ്ട്. ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, അവസാനം ഈശ്വരൻ നമ്മളിൽ തന്നെ ഉണ്ട് എന്ന് തിരിച്ചറിവാണ്. തീർച്ചയായും തിരിച്ചു വരാം. ഇടവേളയാണ് ഹലോ മുംബൈയിൽ. തെക്കരിയെ ഹലോ മുംബൈ, വോയിസ് ഓഫ് മഹാരാഷ്ട്ര. അപ്പൊ ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. താങ്കളിപ്പം ഇദ്ദേഹം ബോംബെക്കാരനാണെന്ന് ഞാൻ പറഞ്ഞെങ്കിലും വരുന്നത് മലയാളികളുടെ പൂജ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അല്ലേ? അതെ. ആരുടെയൊക്കെയാണ് നമ്മുടെ താന്ത്രിക വിധി പ്രകാരം ഉള്ള പൂജകൾ ഇന്ന് കൂടുതലും ഇഷ്ടപ്പെടുന്നത് ജൈൻ സമൂഹം, മഹാരാഷ്ട്രക്കാരും ഒക്കെയാണ്, അല്ലേ? തീർച്ചയായിട്ടും. എന്നാണ് അവർക്ക് ഇതിനോടൊക്കെയുള്ള കൂടുതൽ താല്പര്യം തോന്നാനുള്ള കാര്യം. ഒരു കാലഘട്ടത്തില് അവർക്ക് അവരുടേതായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് അവർക്ക് മനസ്സിലായി. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജെയിൻസ് ആണെങ്കിലും അങ്ങനെയുള്ള പല ആൾക്കാരാണെങ്കിലും അവർക്ക് അവരുടേതായ ഒരു കാഴ്ചപ്പാടും ഇതൊക്കെ ഉണ്ടായി. അപ്പൊ അത് കാരണം അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ആ ഒരു കാഴ്ചപ്പാടാണ് അവരുണ്ടായിട്ടുള്ളത്. അല്ല, ഞാൻ ചോദിച്ചത് ഇവിടെ എല്ലാം മാന്ത്രിക വിദ്യ പ്രകാരമുള്ള ക്ഷേത്രങ്ങളാണ്. താന്ത്രിക വിദ്യ പ്രകാരമുള്ളത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ അതുകൊണ്ടാണോ ഇവർക്ക് താന്ത്രിക വിദ്യയിൽ അവര് അതിനെക്കുറിച്ച് ആകർഷമായി, അല്ലെങ്കിൽ കേരളത്തിലെ നിരവധി ക്ഷേത്രങ്ങളെത്തി. ഇവിടുത്തെ ക്ഷേത്രങ്ങൾ നമുക്ക് പോയാൽ നമുക്ക് ഇവിടുത്തെ പൂജാരിയെ തൊടാം, നമുക്ക് അമ്പലത്തിൽ കയറാം, അമ്പലത്തിൽ പ്രതിഷ്ഠയെ തൊടാം.
കേരളത്തിൽ ഒരിക്കലും അത് നടക്കൂല. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് തന്നെ പറയുന്നത്. അപ്പോ പക്ഷെ പഴയ കാലഘട്ടത്തില് ഇപ്പം ലപാക്ഷി ക്ഷേത്രത്തില് അവിടുത്തെ ചിട്ടവട്ടങ്ങൾക്ക് അതീതമായിട്ട് തന്നെ അന്ന് ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ സ്വാമികളും അങ്ങനെയുള്ള ആൾക്കാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പം ഇന്ന് കേരളത്തില് ഈ പറഞ്ഞതുപോലെയുള്ള കാലഘട്ടമാണ് ഇതിനകത്ത് ഇതായിട്ടുള്ളത്. പിന്നെ ഇന്ന് ദേവസ്വം ബോർഡും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഒരുപാട് ഇതാക്കി ഉള്ളത് കൊണ്ട് ഇതാക്കും. ഇപ്പം ഗുരുവായൂർ അമ്പലത്തില് 9 മണിക്ക് എഴുന്നള്ളിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നോക്കുമ്പം ഒരു 15 മിനിറ്റ് കൂടെ ഇതാക്കും. ശബരിമലയുടെ കാര്യം എടുത്തുകയാൽ പോലും ശബരിമലയിലെ സമയങ്ങൾ ഇപ്പൊ കൂട്ടി, കാരണം അത്രയധികം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നട അടയ്ക്കുന്ന ഏകദേശം 1 മണിക്കൂർ എന്ന് മാത്രമുള്ളതാണ് എന്റെ ഒരു വിശ്വാസം, സത്യമാണെങ്കിൽ അല്ലേ? പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. കാരണം നമുക്കതിന് ശീവേലികളുണ്ട്, അതിന് സമയമുണ്ട്, അതിനുശേഷം വൈകുന്നേരത്തെ പൂജകളുണ്ട്, ഉറങ്ങുന്നതും ഉറക്കമുണ്ട്. ഇപ്പം ഉറങ്ങുന്ന ഉറക്കം പാട്ട് പെട്ടെന്നാണ്. ഞാൻ ചോദിച്ചത് ഇപ്പൊ നമ്മുടെ ജെൻസി എന്ന് പറയുന്ന ഈ ഒരു തലമുറയിൽ അവരൊക്കെ കൂടുതൽ ക്ഷേത്രത്തിലേക്ക് വരും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അവർ ഈ കൂടുതൽ രാശി വെച്ച് നോക്കുക, കല്യാണത്തിന് മറ്റ് എന്താ പറയാ ഈ കവടി നിർത്തി നോക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്ക് താല്പര്യമുണ്ടോ? അല്ല, ഒരു കാലത്ത് അതൊരു വിഷയം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് ഏതൊരു വിഷയമാണെങ്കിൽ പോലും ഒരു വിഷൻ ഉണ്ട് അവർക്ക് അതിനകത്ത്. അവർക്ക് വിശ്വാസമുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഉറപ്പായിട്ടുമുണ്ട്. ഇതെങ്ങനെ വെച്ച് എനിക്കൊരു കാര്യം ചോദിക്കാം. ഇപ്പൊ നമ്മൾ ഈ കവടി വെച്ച് നോക്കുന്നത്, ജ്യോത്സ്യം നോക്കുന്നത്, ഇതെല്ലാം കേരളത്തിൽ മാത്രം നിൽക്കുക. എനിക്ക് പുറം രാജ്യത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കവടി വെച്ച് നിരത്തി നമ്മൾ പറയുന്നതും ജ്യോത്സ്യം ഞാൻ വളരെയധികം ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ ജ്യോത്സ്യം നോക്കി കാണുന്നത്. അതെന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഒതുങ്ങിക്കണം, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുണ്ട്? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇല്ല, പക്ഷെ ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം ഏറ്റവും കൂടുതൽ ഈ മൗറീഷ്യസ്, അതുപോലെ തന്നെ മൊറോക്കോയിലൊക്കെയുള്ള പല താന്ത്രിക തലമുറകൾക്കും ഇന്നും അവർക്ക് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് കാരണം പല രീതിയിൽ ഞാനൊക്കെ പിൽക്കാലത്താണ് അത് മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഇന്ന പോലെ തലമുറയുണ്ട്, ഇന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല. അവർക്ക് അവരുടേതായ രീതിയിലുള്ള കാഴ്ചപ്പാടുകൾക്ക് അവർക്കത് കൃത്യമായിട്ട് അത് അറിയത്തില്ല. പക്ഷെ ഇന്ന് നമ്മുടെ ഇതിലൊക്കെ അമ്പലമുണ്ട്, ഇതുണ്ട് എന്നൊക്കെ നോക്കുന്നത് അതുകൊണ്ടാണ്. അതാ ഞാൻ ചോദിക്കുന്നത്. ജ്യോത്സ്യൻ കവടി വെച്ച് നടത്തുന്ന പരിപാടി, കവടി നോക്കി ലക്ഷണം പറയാ, അല്ലെങ്കിൽ മുഹൂർത്തം നോക്കുക, കാര്യങ്ങൾ നോക്കുക, ഇതെല്ലാം കേരളത്തിൽ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇവിടെ ഒരിക്കലും ഞാൻ കണ്ടില്ല കവടി വെച്ചിട്ട് നമുക്ക് പറയാ നമുക്ക് ഇത് വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ മഹാരാഷ്ട്രയിൽ തന്നെയാണെങ്കിലും പഴയ ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും, അവർക്കും ഉണ്ടാവും. അല്ല അജയേട്ടാ, അതുകൊണ്ടാവാം ഇദ്ദേഹം പറഞ്ഞ പോലെ ഇദ്ദേഹം ഏറ്റവും കൂടുതൽ പൂജ നടത്തുന്നത് മഹാരാഷ്ട്രീയൻസിനും മറ്റുള്ള ഗുജറാത്തികൾക്കൊക്കെ വേണ്ടിയാണ്. അവർക്ക് അതിനുള്ള വിശ്വാസമാവാം. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, എനിക്കൊരു കവടി വെച്ച് നോക്കിയാൽ നാളെ ഞാൻ ആരാകുമെന്ന് അറിയാൻ പറ്റുമോ? ഒരു പരിധി വരയ്ക്കും, അല്ലെങ്കിൽ ഞാൻ ആരാകും ഒരു പരിധി വരെയും അറിയാൻ പറ്റും. അപ്പൊ പിന്നെ എനിക്ക് നാളെ ഒരു 10 വർഷം ഞാൻ എന്താ നോക്കി അന്വേഷിച്ചിരിക്കും ഇരുന്നാ പോരെ? ഞാൻ ഏറ്റവും കൂടുതൽ ഒരു 14 വർഷമായിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ ഇതാക്കിയത്. കാരണം ഏറ്റവും കൂടുതൽ 2000-3000 കേസുകളാണ് നമ്മൾ കൂടുതലും ഇതാക്കിയിട്ടുള്ളത്. കാരണം ആൾക്കാർക്ക് വിശ്വാസമായി പോയി, ഇന്നിന്ന കാര്യങ്ങളാണ്, ഇന്നിന്ന രീതിയിലാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പം കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ ഇതായിക്കോട്ടെ, ഇതിനകത്തെല്ലാം നോക്കുന്നത് ഭഗവാന്റെ വിശ്വാസം തന്നെയാണ്. അപ്പം അവര് നോക്കും, ഞങ്ങൾക്ക് വിശ്വാസമില്ല, പക്ഷെ ഏറ്റവും കുറഞ്ഞത് ഞങ്ങൾ തന്നെയാണ് വിശ്വസിക്കുന്നത്. അറിഞ്ഞും അറിയാതെയും ആൾക്കാർ പറയുന്നൊക്കെ ചെയ്യുന്നുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാത്തിനും ഒരു പോസിറ്റീവ്, ഒരു നെഗറ്റീവ് ഉണ്ട് അല്ലേ? ഞാൻ നെഗറ്റീവിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ ആഭിജാത ക്രിയകൾ എന്ന് പറയില്ലേ, അങ്ങനെയുള്ള ക്രിയകൾ ഉണ്ടോ? അത് സത്യമാണോ? ഉറപ്പായിട്ടും ആഭിചാര ക്രിയകളുണ്ട്. കാരണം ഞാൻ വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ ശ്രീനിയേട്ടന്റെ ആ ഒരു കാലഘട്ടത്തിൽ പുള്ളി വലിയൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷെ മക്കളുടെ ആ ഒരു കാലഘട്ടം നോക്കിയപ്പോ തന്നെയാണ്, ഒരു ചെറിയൊരു കാലഘട്ടത്തിലാണ്, 69 വയസ്സേ ആയിട്ടുള്ളൂ ശ്രീനിയേട്ടന്റെ ഇതിന്. പക്ഷെ ആ ഒരു താന്ത്രികപരമായിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടില് പുള്ളി ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, എനിക്കതിന്റെ ആവശ്യമില്ല. പക്ഷെ പിൽക്കാലത്ത് അത് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, അദ്ദേഹം ഒരു സിനിമാ നടനായി മാറുമെന്നും എനിക്ക് എന്റെ ഈ ലുക്കിൽ എങ്ങനെ ആകുമെന്നൊക്കെ പുള്ളി ചിന്തിച്ചിരുന്നു. കറക്റ്റാണ്. ഞാൻ ചോദിച്ചിട്ട് അത് അങ്ങനെ ഉണ്ടെന്ന് വെക്കുക. ഇനിയിപ്പോ ഞാൻ ഈ കുറച്ചു മുമ്പ് പറഞ്ഞ കൂടോത്രത്തെ കുറിച്ചാന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഈ പാകിസ്ഥാനൊക്കെ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് ബോർഡറിൽ പോയിട്ട് നമുക്ക് കുറച്ച് പേര് കൂടോത്രം ചെയ്താൽ പോലെ. തീർച്ചയായിട്ടും ഇന്ന് പാകിസ്ഥാനിലെ ജനത ഒന്ന് നോക്കൂ, എന്താണ് അവിടെ ഉണ്ടായിരുന്നത്. ഒരു കാലഘട്ടത്തില് പാകിസ്ഥാന്റെ ഇത് തന്നെ വളരെ കൃത്യമായിരുന്നു, ക്ലിയർ ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യങ്ങളും. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഭയപ്പെടേണ്ടതല്ലേ? ഒരു കാലഘട്ടത്തിൽ അതുണ്ടാവും, ഈ കാലഘട്ടത്തിൽ ഇല്ല. ഈ കാലഘട്ടത്തിൽ അതില്ല.
തീർച്ചയായും. അല്ല, താങ്കൾ ചോദിച്ചു കവടി നോക്കി 10 വർഷം വരെ എന്താ നടക്കുന്നത് അറിയാൻ പറ്റും. ഇപ്പോ എന്റെ കവടി വെച്ച് നോക്കുകയാണ്, 10 വർഷം വരെക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് നടക്കുന്നില്ല, ഈ കാര്യം നടക്കാനും സാധ്യമല്ല, ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റില്ല, നീ വീട്ടിൽ നിന്ന് പുറത്ത് പോയ ആക്സിഡന്റ് ഉണ്ടാവും, അങ്ങനെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവന് പിന്നെ ഈ 10 വർഷം ജീവിച്ചുകൊണ്ട് മരിക്കുകയല്ലേ ചെയ്യുന്നത്. മൂർഖൻ പറമ്പില് നമ്മുടെ അറ്റ്ലസ് രാമേന്ദ്രൻ നായർ, അന്ന് പുള്ളി വളരെ ടോപ്പായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പം ആ ഒരു ഇതിലിരിക്കുന്ന സമയത്ത് പുള്ളി പറഞ്ഞ ഇതൊന്നും കബഡിയുള്ള കാര്യമൊന്നുമല്ല, അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ കാണുന്നതെന്ന് പറയുന്നത് അടുത്ത 5 കൊല്ലം കൊണ്ട് അറ്റ്ലസ് രാമേന്ദ്രൻ നായർ നാശത്തിലേക്ക് പോവുകയാണ്. കംപ്ലീറ്റ് അദ്ദേഹത്തിന്റെ ഇത് തന്നെ മറന്നുപോയി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിനകത്ത് വളരെ വിശദമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. എന്തിനാ നമ്മൾ മറ്റുള്ളവരോട് വെറുതെ ശത്രുത പിടിക്കുന്നത്? അറ്റ്ലസ് രാമചന്ദ്രന്റെ അവസാന സമയങ്ങളിലാണ് നേരിട്ട് കണ്ട ഒരാളാണ് ദുബായിൽ വെച്ച്. ഇതുവരെ ഞാൻ കുറെ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. ഒരു ഫംഗ്ഷന് ഞങ്ങൾ ഒന്നിച്ചുകൊണ്ടായിരുന്നു. അദ്ദേഹം തീർച്ചയായും എന്നും പോസിറ്റീവ് ആയിരുന്നു. അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു, വളരെ പോസിറ്റീവാണ് ചിന്താഗതിയാണ്. ചേട്ടൻ പറഞ്ഞ പോലെ എന്ത് മുമ്പിൽ വന്നാലും അതിനെ പോസിറ്റീവായി തന്നെ കാണുക. അങ്ങനെ ചിന്തിച്ചാൽ എല്ലാം ഒന്നാണ്. കാരണം ദൈവം നമ്മളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് താങ്കളും പറഞ്ഞത് അല്ലേ? തീർച്ചയായും വിശ്വാസം അത് തന്നെയാണ് എല്ലാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ചു വരാം. ദേഖ്തരിയെ ഹലോ മുംബൈ, വോയിസ് ഓഫ് മഹാരാഷ്ട്ര. അപ്പൊ എന്നാ നമുക്കിത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു പാട്ട്, എനിക്ക് തോന്നുന്നു അല്ലെ, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ളവരാണ്. 2 വരി പാട്ടോ അല്ലെങ്കിൽ ശ്ലോകമോ എന്ത് വേണേ ആവാം. ഭദ്രം പശ്യേമാക്ഷു ദിവ്യചക്രാഹ സ്ഥിരൈർരംഗൈഃ തുഷ്ടുവാഗും സസ്തനൂഭിഃ വിജയമദേവഹിതം ദദായു. ഹരി ഓം നമസ്തേ ഗണപതേ ശ്രീ ത്വമേവ കേവലം കർത്താസി ത്വമേവ കേവലം ഭർത്താസി ത്വമേവ കേവലം സർവം ജഗതിദം ബ്രഹ്മാസി സാക്ഷാദാത്മാനി നിത്യം ഹൃദം വച്മി ത്വം സർവദോ മാം പാഹി പാഹി സമന്താത്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആർക്കെങ്കിലും? കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞു. രാശിയെപ്പറ്റിയും കവടിയെപ്പറ്റിയും ഒക്കെ പറഞ്ഞു. പക്ഷെ ഈ രാശിയിലെ നാഴി വിനാഴി എന്ന സംഗതി, അതിന് താങ്കൾക്കൊന്ന് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തരാൻ പറ്റും? കബഡി ആർക്കും ഇല്ല. അതായത് ഇപ്പം ഇവിടെ നോക്കുന്ന ആൾക്കാർക്ക് കബഡി ആർക്കും ഇല്ല. ഞാൻ നോക്കുന്നു, അവർക്ക് നോക്കുമ്പം അവരുടേതായ ആൾക്കാരുണ്ട്. ജസ്റ്റ് ഇതുപോലെയാണ് അവരുടെ ജെയിൻസിന്റെ ഒരു ഇത് അങ്ങനെയാണ്. അപ്പൊ ആ രീതിയിലാണ്. അതേ ഇതൊരു സാധാരണക്കാരനാണെങ്കിൽ അവര് നേരെ ഉടനെ ഇത് വെക്കും, കബഡി വെച്ച് അത് നോക്കി അങ്ങനെ വെച്ചിട്ടേ അവിടെ ഒരു ശ്രദ്ധ ഉണ്ടാവുള്ളൂ. നമുക്ക് ഇദ്ദേഹം ഈ ചോദ്യം ചോദിച്ച ഒരാളുണ്ടല്ലോ, അദ്ദേഹം ഒരു നിമിഷ കവിയും കൂടെ, നമുക്ക് അദ്ദേഹത്തെ വിളിച്ചു നമുക്കൊരു കവിതയും കൂടെ കേട്ടിട്ട് ഹരീന്ദ്രനാഥ് ഒരു നിമിഷ കവിയാണ് കേട്ടോ. ചിലപ്പോ പുള്ളി ഇപ്പൊ എഴുന്നേറ്റ് ഇവിടെ വരുന്ന പുള്ളി കവിത എഴുതിയിട്ടുണ്ടാവും. എന്നെ കുറച്ചൊക്കെ കവിത എഴുതിയല്ല, അതുകൊണ്ട് ഹരിയെ പൊതുവെ എനിക്ക് പരിചയപ്പെടുത്താൻ ഭയങ്കര മടിയാ. ഇന്ന് ഏതാണ് കവിത? ഇന്ന് ഇവിടെ ഹരിയായിട്ട് സംസാരിച്ചില്ല, പുതുവർഷത്തെ പറ്റിയിട്ട്. ഓക്കെ. അപ്പൊ മനസ്സിൽ വന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചു ഒരു 4 വരി എഴുതി വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് എനിക്കൊരു ചെറിയൊരു കവിത പാടുന്നത് 4 വരി. അത് 4 വരിയാണ്. എന്താ വെച്ചാല്, ഞങ്ങൾ ഈ കോവിഡ് സമയത്ത് ഞാനിങ്ങനെ വീട്ടിലിരിക്കുന്ന നേരത്ത് ഒരു സാമൂഹ്യ പ്രവർത്തനം വിളിച്ചു പറയാണ്, എൻ്റെ വീട്ടിൽ ലൈറ്റില്ല, എൻ്റെ വീട്ടിൽ വെള്ളമില്ല, വളരെ ദയനീയ അവസ്ഥയാണ്. ഈ അദ്ദേഹം സാമൂഹ്യ പ്രവർത്തകനാണ്, എന്നിട്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴേ ഞാൻ എൻ്റെ ഒരു മനസ്സിലെ ഒരു കവിത കുറിച്ചിട്ടതാണ്. നിൻ കൊട്ടാരത്തിൻ സ്ഫടികങ്ങൾ ഉടഞ്ഞുടഞ്ഞ് നിൻ മേനിയെ കുത്തി നോക്കുമ്പോൾ എന്തേ നിൻ മുഖത്ത് മൗനം തപസ്സിരിക്കുന്നു. ഒരു കുഞ്ഞിന്റെ പാതി കരിഞ്ഞ ജഡം, പിന്നെ ചൂർന്നെടുത്ത കൺകുഴികളും, എന്നിട്ടും എന്നേ നിൻ മിഴികൾ ഇരുണ്ട ഒരച്ച കൂട് കിട്ടും. ഇതാണ് എന്റെ പ്രതീക്ഷ. അല്ല, ഇത് പൊതുവെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് പ്രതിഷേധിക്കുന്ന ഒരാളാണ്. അതെ, ട്രെയിനിൽ ഇരുന്നാ എഴുതുന്നത്. ട്രെയിൻ യാത്രയിലാണ് എഴുതാറുണ്ട്. പിന്നെ പലരും നോക്കി ഞാൻ എഴുതാറുണ്ട്. അങ്ങനെ ഞാൻ താനയിലൊരു എന്റെ വൈഫ് കൂടെ ഉണ്ട്, അതുകൊണ്ട് പറയാണ്, ഞാനിങ്ങനെ ഒരു വേശ്യനെ കണ്ടു. ആ വേശ്യ വളരെ നല്ല സുന്ദരിയായ ഒരു വേശ്യ. അപ്പൊ ഞാൻ അതിനെ നോക്കി അവര് മറിഞ്ഞ് വെളിച്ചത്തിന് മറിഞ്ഞ് ഇരുട്ടിലൊക്കെ മറിഞ്ഞ് അവരെ ആ വശ്യതയെല്ലാം കാണിക്കുക. ആ സ്ത്രീയെ പറ്റി ഒരു കവിത എഴുതി. ഈ മഹാനഗരത്തിൽ ഉണരുന്ന പുലരിയിൽ പുതുവർഷ നാമ്പുകൾ പുലരട്ടെ പതിരില്ല കതിരുമായി. കാലചക്രം തിരിയുമ്പോൾ പ്രതീക്ഷകൾ കിനാക്കളായി.
മധുമഴ പോലെ എൻ്റെ ഹൃത്തിൽ പെയ്തിടട്ടെ. എത്ര കവിതകൾ എഴുതി? 600 കവിതകൾ എഴുതി. കേട്ടോ, 600 കവിതകൾ, പക്ഷെ 4 വരികളേ ഉള്ളൂ. എന്തെങ്കിലും അങ്ങനെ ഹരീന്ദ്രനാഥിന്റെ പ്രതിഷേധവും തുടരട്ടെ അല്ലെ. ആശംസകൾ ഹരീന്ദ്രനാഥ്. താങ്ക് യു. അങ്ങനെ അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ഫിർ മിലേംഗെ ഹം. ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ. ഉയരുണരും പാളങ്ങൾ, നിശയില്ലാ ജീവിതയാത്രകൾ. ഹലോ മുംബൈ, സ്നേഹത്തിൻ സൗഹൃദ ഭൂമിയിൽ അതിരില്ലാ കാഴ്ചയുമായി. ഹലോ മുംബൈ, നിങ്ങളുടെ മുന്നിൽ ഹലോ മുംബൈ. ഹലോ മുംബൈ, ഹലോ മുംബൈ.